الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിൽ സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അതായത് സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആരാണ് മുത്തഖീ? അതായത് മുത്തഖീങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. പക്ഷെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 3-4 വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്. കാരണം അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ അമലുകളാണ് സ്വീകരിക്കപ്പെടുക. ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഒന്ന്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അവർ അല്ലാഹു അവർക്ക് കൊടുത്ത സമ്പത്ത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, സമ്പത്ത് ഉള്ളപ്പോഴും, അതായത് നല്ല വിശാലതയുള്ളപ്പോഴും ഇച്ചിരി പ്രയാസങ്ങൾ ഉണ്ടായാലും കൊടുക്കും. മാറി നിൽക്കൂല, മുമ്പന്തിയിലുണ്ടാവും. ചില ഉലമാക്കൾ പറഞ്ഞു നല്ല ആഫിയത്തുള്ള അവസ്ഥയിലും കൊടുക്കും, രോഗിയായാലും കൊടുക്കും. ചില ഉലമാക്കൾ പറഞ്ഞു പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അയാൾക്ക് ആവശ്യമില്ല, അപ്പൊ കൊടുക്കാൻ പ്രയാസമില്ല, അപ്പോഴും കൊടുക്കും. പൈസ വളരെയധികം ആവശ്യമുള്ള സമയമായിരിക്കും, അന്നേരവും കൊടുക്കാൻ മറക്കൂല. ഇതാണ് യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. ചില പണ്ഡിതന്മാർ പറഞ്ഞു മനസ്സിന് നല്ല സന്തോഷവും ആഹ്ലാദവും സമാധാനവും ഒക്കെ ഉള്ള സമയത്തും കൊടുക്കും, നേരെ തിരിച്ചു ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസം, ടെൻഷൻ, വിഷമം, അന്നേരവും ഇത് മറക്കൂല. ഇതായിരുന്നു മുത്തഖീങ്ങളായ മുൻഗാമികളായ സ്വഹാബാക്കളുടെ അവസ്ഥ. നേരെ മറിച്ച് അവരുടെ അവസ്ഥ എന്തായിരുന്നറിയോ? ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാനായിട്ടുള്ള വിളംബരം ചെയ്യും പള്ളിയിൽ. പക്ഷെ ചില ഫക്കീറന്മാരായ മിസ്കീറന്മാരായ ആളുകൾക്ക് ഇത് ഉണ്ടാവില്ല. അവര് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടും, നബിയെ നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും നമുക്ക് താ, നമ്മൾ കൊടുക്കട്ടെ. ആരുടെ ചോദിക്കുന്നു? മിസ്കീന്റെ അടുത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എൻ്റെ കൈമിലൊന്നുമില്ല. തവല്ലൗ വഅഅ്യുനുഹും തഫീദു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. ഇതായിരുന്നു അവർ. തവല്ലൗ, അവർ പിരിഞ്ഞു പോകും, റസൂലുള്ളാഹിയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോകും. പക്ഷേ വഅഅ്യുനുഹും, ആ പോകുമ്പം അവരുടെ കണ്ണുകൾ തഫീദു മിനദ്ദംഅ, കണ്ണീര് കൊണ്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും. ഹസനൻ, സങ്കടപ്പെട്ടിട്ട്. എന്തിന്? അല്ലാ യജിദു മാ യുൻഫിഖൂൻ, കൊടുക്കാനുള്ളത് കൈമ ഇല്ലാത്തത് കൊണ്ട് കരഞ്ഞോണ്ടാൻ പോവാ. അത്ര ആഗ്രഹിച്ചു സഹാബാക്കൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നത്. ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തവന്റെ സ്വത്ത് കുറയൂല, കുറഞ്ഞ ചരിത്രമില്ല. നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാരല്ല, അനുഭവം ഉണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ ചെയ്തിട്ട് ഒരാളുടെയും സമ്പത്ത് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. കൂടി എന്ന് പറഞ്ഞാൽ നോട്ട് കെട്ടി ഇങ്ങനെ കൂടുന്നല്ല കേട്ടോ, ബർക്കത്ത് കൂടും. പൈസ കുറച്ചേ ഉണ്ടാവും, നല്ലോണം കൊടുക്കുന്നുണ്ടാവും, ആവശ്യങ്ങൾ അതിമനോഹരമായി നടന്നു പോകുന്നുണ്ടാവും. മതി. മരിക്കുന്നവരെ ആരുടെ മുമ്പിലും ആവശ്യക്കാരാവാതെ, യാചനയില്ലാതെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നടത്തി തന്നാ മതി. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിൻ്റെ ഒരു വഴി എന്താ അറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. കൊടുക്കണം. അത് മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും. ഇതറിയാം സഹാബാക്കൾക്ക്. രസകരമായ ഒരു സംഭവമുണ്ട്. വെറും കയ്യോടെ മടക്കൂല. ഇപ്പൊ നമ്മളെ പറ്റി നാട്ടിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരു തോന്നിച്ച ഉണ്ടെങ്കിൽ അത് കളയരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനെ ഉണ്ടായിരുന്നു സഹാബാക്കൾക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഖീറാണ്, ഒന്നുമില്ല. അസ്ഹാബു സുഫയിൽ മദീന പള്ളിയിലാണ്, ഊടും കിടപ്പും ഉറക്കും എല്ലാം. അദ്ദേഹം പറയാണ്, എനിക്ക് നല്ല വിശപ്പ് വരും, തിന്നാനൊന്നുമില്ല. ഞാൻ നേരെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോകും. പോകുന്നെന്തിനാ? സംതിങ് എന്തെങ്കിലും കിട്ടാൻ.
പക്ഷെ അബൂബക്കർ എന്നോട് ചോദിക്കൂല എന്തൊക്കെ തിന്നോ എന്തൊക്കെ കുടിച്ചോ എന്ന് ചോദിക്കൂല, വിവരം അന്വേഷിച്ചിട്ട് പോകും. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ചോദിക്കാൻ മടിയുമാണ്. ഞാൻ പിന്നെ ഉമറിന്റെ അടുത്തേക്ക് പോകും. ഇവരെല്ലാം അയൽവാസികളാണ്. മദീനത്ത് ചെന്നാൽ എപ്പോഴെങ്കിലും ഇനി ചെന്നാൽ അവിടെ ഇതുണ്ട്, ഏത് മ്യൂസിയം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ മദീനയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നമുക്കൊരു ചിത്രം കിട്ടും മദീനയെ പറ്റി. ഇവരെല്ലാം വീട് അടുത്തടുത്താണ്. നമുക്കെന്നെ ഒരുമിച്ച് പോവാൻ ഇൻഷാ അല്ലാഹ് ഇതിനില്ല. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എന്തിങ്ങ ആമീൻ പറയുന്നല്ലാണ്ട് ആരും തയ്യാറാവുന്നില്ല, പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖബൂലാക്കട്ടെ. ഞാൻ ഉമറിന്റെ അടുത്തേക്ക് പോകും, കാര്യം ചോദിക്കും, വിവരങ്ങൾ അന്വേഷിക്കും. പക്ഷെ ഇത് ചോദിക്കൂല, എന്തൊക്കെ തിന്നോ എന്തൊക്കെ കുടിച്ചോ. ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകും, സലാം പറയും, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സലാം അടക്കിയിട്ട് പുറത്തേക്ക് വരും. ഫസ്റ്റ് ചോദിക്കും, അബൂ ഹുറൈറ എന്തെങ്കിലും തിന്നോ എന്തെങ്കിലും കുടിച്ചോ? അതായിരുന്നു റസൂലുള്ളാഹിന്റെ സ്വഭാവം. ഞാൻ പറയും, ഇല്ല നബി, ഒന്നും കുടിച്ചിട്ടില്ല തിന്നിട്ടില്ല. ഞാൻ പോയത് തന്നെ എന്തിനാ? ഇത് ചോദിക്കാനും അത് കിട്ടാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ആരെടുത്താ പോയത്? വീട്ടിൽ കയറും, റസൂലുള്ളാഹി നേരെ പെറുക്കും, അഹ്ലു ബൈത്തിനോട് ചോദിക്കും, അല്ല എന്തെങ്കിലും ഉണ്ടോ? ചില വീട്ടിലൊന്നും ഉണ്ടാവില്ല. അന്ന് പോയന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു, വാ ഒരു ഗ്ലാസ് പാലുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വാ എടുത്തിട്ട് വാ. റസൂലുള്ളാഹി പെറുക്കുന്ന കൊണ്ടുവന്നു. അബൂ ഹുറൈറ എൻ്റെ കൈമ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ചങ്ങായിമാരെല്ലാം വിളിച്ചിട്ട് വാ. അസ്ഹാബു സുഫയിലെ ഏകദേശം 80ഓളം ആളുകളുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ട് വാ. അബൂ ഹുറൈറ പറയാണ്, ഞാൻ മനസ്സ് പറഞ്ഞു പോയി, ഈ 80 ആൾ ഈ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് എനിക്കെന്ത് കിട്ടാൻ? പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരില്ല. പോയി എല്ലാരെയും കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് പറയാണ് അബൂ ഹുറൈറ, എന്നോട് റസൂൽ ആദ്യം തന്നെ കുടിക്കുന്നു പറഞ്ഞെങ്കിൽ ഓക്കെ, കുറച്ചെങ്കിൽ കിട്ടുമല്ലോ. എന്നോട് പറയുന്നത് എന്താ? ചങ്ങായിമാർക്കെല്ലാം കുടിപ്പിക്കുന്നു. ഞാൻ എല്ലാവരുടെ കയ്യിലും ആ ഗ്ലാസ് കൊടുത്തു. എല്ലാവരും വയറ് നിറച്ചും കുടിച്ചു. എല്ലാവരും പോയി. എന്നോട് റസൂലുള്ളാഹി ചോദിച്ചു, അബൂ ഹുറൈറ ഇനിയിപ്പോൾ ആരാ ബാക്കിയുള്ളത്? നബിയെ, ഞാനും നിങ്ങളും. ഇഷ്റബ്, നീ കുടിക്ക്. ഫശരിബ്, ഞാൻ കുടിച്ചു. ഫശബിഅതു, വയറ് നിറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഇഷ്റബ്, എന്നെയും കുടിക്ക്. ഞാൻ പിന്നെയും കുടിച്ചു. ഫശബിഅതു, എൻ്റെ വയറ് പിന്നെയും നിറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഇഷ്റബ്, കുടിക്ക അബൂ ഹുറൈറ. ഞാൻ പിന്നെയും കുടിച്ചു, എൻ്റെ വയറ് നിറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഇഷ്റബ്. ഞാൻ പറഞ്ഞു, ഇനി പറ്റൂല. ആദ്യം എന്താ വിചാരിച്ചത്? ഇതെങ്ങനെ കിട്ടല്? എൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാനെ എനിക്ക് പറ്റൂല റസൂലേ. റസൂലുള്ളാഹി തങ്ങൾ വാങ്ങി, തങ്ങളും കുടിച്ചു. ഇതായിരുന്നു ആ പ്രവാചകന്റെ സ്വഭാവം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദറത്തിൽ വന്ന ഒരാള് വിഷമിച്ചിട്ട് പുറത്തേക്ക് പോകില്ല. കാരണം മുത്തഖീങ്ങളുടെ നേതാവാണ്, പിന്നെ കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്നത് കൊടുക്കണം. നമ്മളെടുത്ത് വന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കളയരുത്. അത് അള്ളാഹു തരുന്ന തൗഫീഖാണ്. വേറൊരു കാര്യമുണ്ട്, ഒരുത്തനെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമലഹു, അള്ളാഹു അവനെ ഉപയോഗപ്പെടുത്തും. അള്ളാഹു അവനെ ദുനിയാവിൽ ഉപയോഗപ്പെടുത്തും. ചിലപ്പോൾ ഈ മടുക്കേരിയിലുള്ള ഫുഖറാക്കളുടെ മിസ്കീന്മാരുടെ റിസ്ക് മുഴുവൻ ഇവന്റെ കൈമ അള്ളാഹു കൊടുക്കും. നീ ഉപയോഗിച്ചോ, അവർക്കും കൊടുത്തേ. അതുകൊണ്ട് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറ, ഇതാണ് ഒന്നാമത്തെ ഗുണം. 2 വൽകാദിമീനൽ ഗൈദ്, അതൊരു കടുപ്പപ്പെട്ട സംഗതിയാണ്. ദേഷ്യത്തെ മൂടിവെക്കുന്നവൻ, ദേഷ്യപ്പെടാതിരിക്കുന്നവനല്ല പറഞ്ഞത്, ദേഷ്യത്തെ മൂടിവെക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിന്റെ അടയാളം പുറത്തേക്ക് എടുക്കാത്തവൻ, അതാണത്. വൽകാദിമീനൽ ഗൈദ്, ദേഷ്യം ഒരു ദുസ്വഭാവമാണ്. ദേഷ്യം എന്ന് പറയുന്ന ദുസ്വഭാവം ഉണ്ടാവാൻ ചില കാരണങ്ങൾ ഉലമാക്കൾ പറഞ്ഞു. അതിലൊന്നെന്താ അറിയോ? കിബിർ. കിബിറന്മാർക്ക് ദേഷ്യം കൂടുള്ളൂ. ഓനാരുടെ എന്നോട് പറയാം, അൽ-ഉജുബ്, ഉള്ളില് എന്ന് വെച്ചാൽ ഉൾനാട്യം. മലയാളത്തിൽ പറയാം, ഞാൻ മറ്റവനേക്കാളും കുറച്ച് മുന്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോവില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, തന്റെ മനസ്സിൽ ഒരു കടുക് മണിയോളം കിബിറുണ്ടെങ്കിൽ, ധിക്കാരം ഉണ്ടെങ്കിൽ സ്വർഗം പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം എന്താ അറിയോ? കിബിർ അള്ളാന്റെ സ്വഭാവമാണ്. കിബിർ, അഹങ്കാരം അള്ളാഹുവിനുള്ളതാണ്. കാരണം അള്ളാഹു അർഹനാണ് ധിക്കരിക്കാൻ, അഹങ്കരിക്കാൻ. ഇതെല്ലാം അള്ളാന്റെ തന്നെയല്ലേ. അതേസമയത്ത് അടിമക്ക് ആ സ്വഭാവം ചേരൂല. അത് മനസ്സിലുണ്ടെങ്കിൽ
മറ്റവനെക്കാളും ഞാൻ വലുത്, ഓനോട് മുണ്ടാൻ പറ്റൂല, ഓനോട് കൽപ്പിക്കാൻ പറ്റൂല, ഓനോട് അങ്ങനെ പറയാൻ പറ്റൂല എന്നൊരു ചിന്ത മനസ്സിലുള്ളവർക്കേ ദേഷ്യം വരുള്ളൂ. അതുകൊണ്ട് അഥവാ വന്നാൽ തന്നെ മൂടി വെച്ചോളണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വിഷയം. ഒരു നജറാൻ ഈ പുതപ്പും പുതച്ചിട്ട് മദീനത്ത് ഇങ്ങനെ നടക്കുകയാണ്. നജറാൻ എന്ന് കൊണ്ടുവന്ന തട്ടിയുള്ള പുതപ്പ്. ഒരു അറാബി ബാക്കിൽ നിന്ന് വന്ന് പിടിച്ചിട്ടങ്ങ് വലിച്ചു. സഹാബക്കൾ പറഞ്ഞു, കഴുത്തില് നൂലിന്റെ അടയാളം നമ്മൾ കണ്ടു, അത്ര ശക്തമായി വലിച്ചു. ഏ മുഹമ്മദ്, അങ്ങനെ അവർ വിളിക്കുക അറാബികൾ, ഏ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ തിരിഞ്ഞു നിന്നു ആ സഹാബിന്റെ മുമ്പിലേക്ക്, ഈ വന്ന അറാബിന്റെ മുന്നിൽ. അറാബ് എന്താ പറഞ്ഞറിയോ? നിന്റെ സ്വത്തില്ലേ, അതിന് എനിക്ക് കുറച്ച് തരാൻ പറ നിന്റെ അനുയായികളോട്. അറാബി വന്നിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. നമ്മെന്ത് പറയും? ആരെ ഇവൻ വന്ന് വലിച്ചതും പോലെ എൻ്റെ സ്വത്ത് എൻ്റെ ഉപ്പ ഉണ്ടാക്കിയതാ, ഞാൻ ഉണ്ടാക്കിയതല്ലത്. ഇത് നമ്മൾ പറയാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിരിച്ചു ഒന്ന് പുഞ്ചിരിച്ചു. സഹാബത്തിനോട് പറഞ്ഞു, എന്തെങ്കിലും കൊടുക്കുപ്പ. എന്തോ ആരോ കൊടുത്തു, മുപ്പര് പോയി, പ്രശ്നം സോൾവ് ആയി. ഉമറിന്റെ കൈ വാളിലേക്ക് പോയി ഇവന്റെ തലവെട്ടാൻ. കാരണം ആരോടായി കളിച്ചത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അല്ലാഹുവിന്റെ റസൂൽ മുത്തഖീങ്ങളുടെ ഇമാമാണ്, നമ്മളെ നബിയാണ്, മാതൃക കാണിക്കേണ്ട ആളാണ്. പുഞ്ചിരിച്ചു, സംഭവം സോൾവ് ആയി. ഉണ്ട്, അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കില്ല. എത്ര കുത്തിയൊക്കെ അടിച്ചും കുത്തി തെറി വിളിച്ചു കളിയാക്കി പരിഹസിച്ചു. അത് ഉന്നതമായ സ്വഭാവമാണ്. വൽകാദിമീനൽ ഗൈദ്, ദേഷ്യം പിടിക്കാതിരിക്കുക. മറ്റ് ചില ഉലമാക്കൾ വേറൊരു കാരണം പറഞ്ഞു. എന്താ അറിയോ? മിറാ, അതായത് പുറത്ത് ഞാൻ എന്തോ ആണ് എന്ന് കാണിക്കുന്നവൻ ഓനിമ്പേ ദേഷ്യം പിടിക്കും. എന്താ അറിയോ? ഈ കാണിക്കുന്നത് മറ്റോ കാണുന്നില്ലെങ്കിൽ ഒരു ദേഷ്യം പിടിക്കും. ഞാൻ എന്തോ ആണ്. ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം ചില സഹാബാക്കൾ നടന്നു പോകുന്നു. അദ്ദേഹം മുന്നിൽ, ബാക്കിയുള്ളവർ ബാക്കിൽ. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. ഉമർ എന്താ അറിയോ? നേരെ കുപ്പായം പിടിച്ചിട്ട് ബാക്കോട്ട് വലിച്ച്. ആരെ? ഉബയ്യന്റെ, ഈ സഹാബിന്റെ. അപ്പൊ അടുത്തേക്ക് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അപ്പം പറഞ്ഞു, ആരുടെയും ബാക്കിൽ നടക്കാൻ പാടില്ല. മറ്റവനെ മുമ്പിലാക്കിയിട്ട് നമ്മൾ ബാക്കിൽ നടന്നുകൂടാ. കാരണം മുമ്പിൽ നടക്കുന്നുണ്ട് ഫിത്നയാണ്, കിബറനാവും. ബാക്കിയെല്ലാം എൻ്റെ ബാക്കിൽ തന്നെ. ബാക്കിൽ നിൽക്കുന്ന നിന്യനാവും. ഓനാരാ നമ്മളെ മുമ്പ് പോവാൻ? നമ്മൾ ബാക്കിലുള്ള നിന്യനാവും, മുമ്പ് പോകുന്നവൻ അഹങ്കാരിയുമാവും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളെ ഹറമിലുള്ള നമ്മളെ പണ്ഡിതന്മാരെ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരാളെയും ബാക്കിൽ നടത്തൂല, കൂടിയിട്ടേ നടക്കുള്ളൂ പണ്ഡിതന്മാർ. ശിഷ്യന്മാരെ ബാക്കിലാക്കി ഉസ്താദ് മുമ്പിൽ നടക്കൂല, എല്ലാവരും ഒരുമിച്ച്. കാരണം മുമ്പിൽ നടന്നാൽ ബ്ലാക്ക് ക്യാറ്റെല്ലാം പോന്നിട്ടില്ല, മോദി എല്ലാം വരുമ്പോഴോ കളി കണ്ടിട്ടേ മോദി പോട്ടി, പിന്നെ ഓൻ പ്രധാനമന്ത്രി എന്ന് പറയാ. ചെറിയ ഓലമാരൊക്കെ വരുന്ന കണ്ടിട്ട് നിങ്ങൾ പാടില്ല, അത് കാണിക്കലാണ്. ഓനും ബേൻ ദേഷ്യം പിടിക്കും. ദേഷ്യം പ്രിയപ്പെട്ടവരെ മുത്തഖിയുടെ സ്വഭാവത്തിലെ പെട്ടല്ല. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നു. അവർക്ക് ചാൻസാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന ആള്. ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും ഉപദേശം എന്താ റസൂലെ? റസൂലുള്ളാഹി അവനെ നോക്കിയിട്ട് പറഞ്ഞു, ലാ തഗ്ളബ്. കാരണം എന്താ അറിയോ? അനുയായി ആരാന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. കുറച്ച് കഴിഞ്ഞു അതേ സഹാബി പിന്നെയും വന്നു, യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഉപദേശം എന്താ റസൂലെ? ലാ തഗ്ളബ്, നീ കോപിക്കല്ല. മൂന്നാമതും ആ സഹാബി വന്നു, നബി എന്തെങ്കിലും ഒരു ഉപദേശം? ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. നാലാമതും വന്നു, റസൂലെ എന്തെങ്കിലും ഉപദേശം? ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. മൂന്നൂട്ടം പറഞ്ഞു ലാ തഗ്ളബ്. കാരണം എന്താ അറിയോ? ഗദബിന്, ദേഷ്യത്തിന് അറബിയിൽ ഒരു നിർവചനമുണ്ട്. ജംറത്തുൻ യുൽഖീഹ ശൈത്താനു ഫീ ഖൽബി ബനി ആദം. ആദമിന്റെ മക്കളെ കൽബിൽ ശൈത്താൻ കൊണ്ടുവന്നിടുന്ന തീപ്പൊരിയാണത്. എന്നിട്ട് ഓനിങ്ങനെ ഊതും, കത്തിക്കും, എല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ചങ്ങായി സലാം പറഞ്ഞിട്ട് പോകും. ദേഷ്യം പിടിക്കുമ്പം പറയുന്ന വാക്ക്, ചെയ്യുന്ന പ്രവൃത്തി എന്താ നമുക്ക് മനസ്സിലാവില്ല, ഭയങ്കര അപകടം ഉണ്ടാക്കും. അള്ളാഹു പറഞ്ഞു, അതിനെ മൂടി വെക്കുന്നവൻ വൽകാദിമീനൽ ഗൈദ് മുത്തഖിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരോടും അനാവശ്യമായിട്ട് ആ സ്വഭാവം, നമ്മൾ ഏറ്റവും അധികം ദേഷ്യം കാണിക്കൽ ആരോടാ?
ഓള് തിരിച്ചടിക്കൂലല്ലോ എന്ത് പറഞ്ഞാലും. പാവം ഉപ്പാനി ഉമ്മാനി എല്ലാം വിട്ട് നമ്മളെ വീട്ടിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നുള്ളൂ, അടിച്ച് കുത്തി ചവിട്ടി ആരെന്ത് പറയാ എന്ത് ചോദിക്കാൻ. അതുകൊണ്ട് എന്നാൽ ഏറ്റവും നല്ല മുത്തഖി ആ പെണ്ണിന്റെ അടുത്ത് ദേഷ്യം പിടിക്കാത്തവനാണ്. ആ പെണ്ണിന്റെ അടുത്ത് ദേഷ്യം പിടിക്കാത്ത, ആവശ്യത്തിനെ ദേഷ്യം പിടിക്കാവൂ പെണ്ണിനോട്. തൊട്ടേനും പിടിച്ചേനും വല്ല ചില ആൾക്കാർക്ക് അതൊരു ഇതാണ്, ഇത് പവറാണ്. ദേഷ്യം പിടിക്കുന്ന എല്ലാരോടും ഇങ്ങനെ മുഖം കറുപ്പിച്ചിട്ട് അവനോടാ ഞാനോടാ, അത് ശരിക്കും ദില്ലത്താണ്, അത് ഇസ്സത്തല്ല, തറവാടിത്തമല്ല. അഭിമാനം എന്ന് പറയുന്നത് ലോലനാണ്. ദുനിയാവിൽ ഏറ്റവും വലിയ അഭിമാനി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വഭാവം എന്താ? വിലക്കടുപ്പക്കാരനാ. അതുകൊണ്ട് അതൊരു ഇസ്സത്തായിട്ട് അതൊരു കിരീടായിട്ട് കൊണ്ടുവെക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ അല്പന്മാരാണ്. ശരിയല്ല, ഒരു ബെഡ്ഷീറ്റ് ഒന്ന് മാറിയാൽ മതി ഇവന്റെ കോലം മാറി. ആരെങ്കിലും പുരക്കേക്ക് വരുമ്പോൾ ഓക്ക് പേടിച്ചിട്ട് മുദ്രിക്കാൻ മുട്ടല്. മാപ്പിള വരുമ്പോൾ ഏതോ ഒരു സിംഹം പിടിച്ച് തിന്നാൻ വരുന്ന പോലെ അങ്ങനെയാ തോന്നുന്നുണ്ട് ശരിക്കും. മാപ്പിള വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. സ്നേഹത്തിൽ, വിനയത്തിൽ, ആളുകളോടുള്ള പെരുമാറ്റത്തിൽ, വർത്തമാനത്തിൽ. നമ്മുടെ സലഫികൾ അങ്ങനെ ആകുന്നില്ല. പിന്നെ ദുനിയാവിൽ വേറെ ആരാ അങ്ങനെ ആവേണ്ടത്? തൗഹീദ് കിട്ടിയ ആൾക്കാർ. മൂന്നാമത്തെ ഗുണം എന്താ അറിയോ? എന്താ ആയത്തിന്റെ വാക്യം എന്താ? വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്ന ആൾ. മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വേലക്കാരിയുണ്ട്. അപ്പോൾ അവൾ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചു. ഇദ്ദേഹം ദേഷ്യം വന്നിട്ട് അടിക്കാൻ തുടങ്ങി ആ പെണ്ണിനെ. അന്നേരം ആ പെണ്ണ് ഓതി അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ്. ശൈഖിന്റെ മുമ്പിൽ ആയത്ത് കേട്ടു മതി, എന്നാ പിന്നെ ഞാൻ ഒന്നും കേൾക്കുന്നില്ല. കാരണം ദേഷ്യത്തെ അങ്ങനെ ദേഷ്യമെല്ലാം അടങ്ങിയിരിക്കുമ്പോൾ പെണ്ണ് വന്നിട്ട് പിന്നെ ഓതി വൽആഫീന അനിന്നാസ്. എന്താ അർത്ഥം? വിട്ടുവീഴ്ച ചെയ്യുന്ന ആള്. എന്നാ പിന്നെ പോട്ടെ, നീ ചെയ്ത് കഴിഞ്ഞാൽ ആവർത്തിക്കരുത്, ഇങ്ങനെ ആവില്ല, എനിക്ക് ദേഷ്യം പിടിക്കും പറഞ്ഞിട്ട് സംഭവം സോൾവാക്കിയിട്ട് വിട്ട്. അപ്പൊ പെണ്ണോതി അതിന്റെ ബാക്കി അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ സ്വതന്ത്രയാക്കി, നീ പോയിക്കോ. അല്ലായി. അതായിരുന്നു അവര് ആയത്ത് കേട്ടു, അങ്ങനെ തന്നെ അമൽ ചെയ്തു ആ അവസരം വന്നപ്പോ. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരു വിട്ടുവീഴ്ച മനോഭാവം. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സ്വഭാവം നന്നാവാൻ. ഒന്ന്, കഫുൽ അദാ. എന്റെ ഭാഗത്തുനിന്ന് ആരും എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബുദ്ധിമുട്ടാൻ പാടില്ല. ഞാനായിട്ട് ഒരാൾക്ക് ഒരു ഉപദ്രവത്തിനുമില്ല. എൻ്റെ നാവ് കൊണ്ടുമില്ല, എൻ്റെ കൈ കൊണ്ടുമില്ല, എൻ്റെ പൈസ കൊണ്ടുമില്ല, എൻ്റെ സ്ഥാനം കൊണ്ടുമില്ല, ഒന്നുകൊണ്ടും ആരും പേടിക്കണ്ട, ഞാൻ ആരും ഒന്നും ചെയ്യില്ല. ഒന്ന്. അതേസമയം എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തുപകാരം ചെയ്യാൻ പറ്റുമോ അതിന് ഞാൻ ഉണ്ടാവും. ഉപദ്രവമില്ല. ഉപകാരത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി, പറഞ്ഞോളി, ഏത് സമയത്തും വിളിച്ചോളി, ഞാൻ റെഡി. മുഖപ്രസന്നത. എല്ലാരോടും ചില മനുഷ്യന്മാരെ പുഞ്ചിരി കാണാൻ വേണ്ടി കൊതിയായി പോകും. അടുത്ത് പോയിട്ട് പറയണം, ചിരിച്ച പോലെ നോക്കട്ടെ, എൻ്റെ ചിരി ചിരിക്കൂല, ഒരു ജാതി കടന്തൽ കടിച്ച പോലെ. ഓനെന്തോ ചിരിച്ചാൽ എന്തോ കുറഞ്ഞു പോകുന്ന പോലെ. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല ഇല്ലാ മുതബസ്സിമൻ, പുഞ്ചിരിച്ച മുഖത്തോടെയല്ലാതെ. എല്ലാവരോടും ചിരിക്കും, എല്ലാവരോടും. ചില സഹാബാക്കൾ പറയും, നമ്മളെ കൈ പിടിച്ച റസൂലുള്ളാഹി സംസാരിക്കും, നമ്മൾ കൈ എടുക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തിരിച്ചെടുക്കൂല. സംസാരിച്ച് കഴിയുമ്പം നമുക്ക് തോന്നിപ്പോവും റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മളോട് ആ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം. ആ മുഖപ്രസന്നത മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. അത് നമ്മൾ ഉണ്ടാക്കണം പ്രിയപ്പെട്ടവർ. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദേഷ്യം പിടിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കുശുയാക്കിയിട്ട് ആകെ തകടം മറിക്കാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലൈഖ എന്ത് ചെയ്തു? ഓടിച്ചു. യൂസുഫ് നബി ഓടി. നമ്മളന്ന് പറഞ്ഞു നിർത്തിയില്ലേ? എവിടെത്തി? കൈമുറിക്കുന്നതും ഗ്ലാമറൊക്കെയാണ് ഓർമ്മ. സുലൈഖ ഓടുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു ഓടുന്നു, ഇവള് ബാക്കിൽ ഓടുന്നു, വാതിലിനടുത്തെത്തി. മുമ്പിലുണ്ട് അസീസ്.
ഓളെ ഭർത്താവ്. എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് നോക്കി. പെണ്ണാണ്, പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട് എനിക്കറിയാം, എന്നാലും നേരെ മറിഞ്ഞു. പെണ്ണ് നേരെ ഉൾട്ടയായി. എന്താണോ ആരാണോ തെറ്റ് ചെയ്തത് അവള് പറഞ്ഞു ഭർത്താവിനെ കണ്ടപ്പോ, നിങ്ങളുടെ ഭാര്യയെ കയറി പിടിക്കാൻ വന്ന ഇവൻ എന്താ ചെയ്യണ്ടേ, ഇവൻ പറഞ്ഞു. എന്നെ പിടിക്കാൻ വന്നു, എന്ത് ചെയ്യണം? ഒന്നുകിൽ നല്ല ശിക്ഷ കൊടുക്കണം, ഇല്ലെങ്കിൽ ജയിലിലേക്ക് അയച്ചെന്ന്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനല്ല അസീസ്, ഇവളാ എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്, ഇവളാ എന്നെ മോശമായ കാര്യത്തിന് വിളിച്ചത്. ഒരു സാക്ഷി പറഞ്ഞു. എന്താ സാക്ഷ്യം പറഞ്ഞത്? കുപ്പായം നോക്കിയാൽ മതി. മുമ്പ് നിന്നാ കീറിയതെങ്കിൽ അവളാണ് തെറ്റുകാരി, ബാക്കിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് സത്യമാണ്, അവള് കുറ്റക്കാരിയാണ്. നോക്കുമ്പോ ബാക്കിലാണ് കീറല്. അസീസിന് കാര്യം മനസ്സിലായി. എത്ര വലിയ പ്രശ്നവും. പക്ഷെ അസീസ് എന്താ ചെയ്തെന്നറിയോ? യൂസുഫ് ആരോടും പറയണ്ട, വീട്ടേക്ക് ഒന്നും സംഭവിച്ചിട്ടല്ലോ, ആരും അറിയണ്ട, കൊട്ടാരത്തിന് പുറത്തേക്ക് വാർത്ത പോണ്ട, അരിദ് അൻഹാദ, പോട്ടെ, നീ ക്ഷമിച്ചേക്കും. ഒരു ബുദ്ധിയില്ലായ്മ കാണിച്ചതാണ്. ഓളോട് പറയാൻ, നീ ഇസ്തിഗ്ഫാർ പറ, തൗബ ചെയ്, നീ തെറ്റ് ചെയ്തു, പ്രശ്നം കഴിഞ്ഞു, ഖലാസ്. നമ്മളെന്ത് ചെയ്യും? മൊബൈൽ കാണുന്നുമില്ല, വീഡിയോ ഓണാവുന്നുമില്ല, തിരക്കിൽ ഇപ്പം പോയാൽ കിട്ടുമില്ല. ഉടനെ വീഡിയോ എടുത്തിട്ട് ഷെയർ, 10 ആൾക്ക് ഷെയർ, 3 ആൾക്ക് ഷെയർ, അത് പിന്നെ ഫേസ്ബുക്കിൽ പോയി, പിന്നെ ഇൻസ്റ്റയിൽ പോയി. അങ്ങ് ഇവൻ്റെ കുടുംബവും നശിച്ചു, താറ് മാറായി എല്ലാം. ഇത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല, ഇത് മുഅ്മിനീങ്ങളുടെ രീതിയല്ല. ഇനി ഈ വീഡിയോ എടുത്തോണ്ട് ഈ തെറ്റ് പറ്റൂലെന്നുണ്ടോ? അള്ളാഹു കാക്കട്ടെ. നമ്മൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടല്ലോ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ച് ഇവനെ ആകെ താറുമാറാക്കാൻ. നീ നാളെ ചിലപ്പോൾ പെട്ട് പോയേക്കാം. അള്ളാഹു കാക്കട്ടെ. ഒരുത്തൻ്റെ അഭിമാനത്തെ തൊട്ട് കളിക്കരുത്, ഒരാളെയും ഇസ്സത്ത് തൊട്ട് കളിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെങ്കിലും അഭിമാനത്തിന്റെ ബാക്കിൽ നീ പോയാൽ, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടൂല, നിന്നെ കളിയാക്കിയിരിക്കും ആളെ മുമ്പിൽ. അസീസ് കാണിച്ച ആ ഒരു തറവാടിത്തം, യൂസുഫ് നീ പുറത്തേക്ക് പറ്റിപ്പോയി. പെണ്ണെ, നീ തെറ്റ് ചെയ്തു, തൗബ ചെയ്തോളെ, സോൾവ് ആക്കിയിട്ട് വിട്ടു. പക്ഷെ ഇത് നാട്ടിലെ പെണ്ണുങ്ങളുടെ ചെവിയിൽ എങ്ങനെയോ എത്തി. പെണ്ണിന്റെ ചെവിയിൽ എത്തി എന്താ കഥ? മടക്കിരിക്കാനായ പെണ്ണുങ്ങളൊക്കെ എന്തോ ആകാശത്തുനിന്ന് പൊട്ടി വീണ പോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ മുണ്ടാതിരിക്കുന്നു. പെണ്ണിന്റെ ചെവിയിൽ വാർത്ത എത്തിയാൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞല്ലേ, പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്നും മുണ്ടിട്ട് നിങ്ങളാ പറഞ്ഞ, ഞാൻ ഉത്തരവാദിയല്ല. പെണ്ണുങ്ങൾ കേട്ടു, പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങി, അസീസിന്റെ ഓള് അസൂയ ഉണ്ടാവും. പിന്നെ പൈസക്കാരന്റെ ഓളല്ലേ, മന്ത്രിന്റെ ഓളല്ലേ, അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തായാലും അസൂയ ഉണ്ടാവും. ചാൻസ് കിട്ടി, ഇങ്ങനെ അസൂയ മൂത്തിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നല്ല സാധനം പിടുത്തം കിട്ടിയത്. പറയാൻ തുടങ്ങി, ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതഹ്, ആ പെണ്ണ് അടിമനെ വശീകരിക്കാൻ പോയി. ഖദ് ശഗഫഹ ഹുബ്ബ, ആ പെണ്ണിന് അടിമനോട് പ്രേമം. എന്ത് പെണ്ണാത്? ഇന്ന ലനറാഹ ഫീ ളലാലിൻ മുബീൻ, ആ സുലൈഖ പിഴച്ചോള്. എന്തെങ്കിലും സംഭവിച്ചനോ? പക്ഷെ പറഞ്ഞപ്പോ എന്തായി? സുലൈഖ പിഴച്ചോള്. എന്ത് പെണ്ണാത്? ഓക്കെ, നാട്ടിൽ പരുന്നു. ഏതോ 2 കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരിമാരോട് പറയാനുള്ളത്, അതൊരു ദുസ്വഭാവമാണ്, അങ്ങനെ നിൽക്കരുത്. മക്കത്ത് അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇവൻ മക്കത്തെ റേഡിയോ ആണ്. എന്ത് കിട്ടിയാൽ മതി, അന്ന് രാവിലെ നേരം വെളുക്കുമ്പോ മക്കത്ത് അത് പാട്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് വന്നു. ഇപ്പൊ ഉമർ ചോദിച്ചു, ആരാണ് ഞാൻ മുസ്ലിമായ വിവരം ആൾക്കാരെ മൊത്തം അറിയിക്കാൻ പറ്റിയ ഒരാള്? എല്ലാവരും പറഞ്ഞു, ഇവനോട് പറഞ്ഞാൽ മതി. അവനോട് പറഞ്ഞു. അപ്പൊ മടക്കി കുത്തി, ഉമർ മതം മാറി എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. ഉമർ തിരിച്ചു വിളിച്ചു, മതം മാറിയിട്ടൊന്നുമില്ല, സാബി അല്ല, ഞാൻ അസലിലേക്ക് മടങ്ങിയതാണ്. അസ്ലമ ഉമർ എന്ന് വിളിച്ചു പറ, ഉമർ മുസ്ലിമായി എന്ന് പറയാൻ. ഇവൻ ഉറക്കെ വിളിച്ചിട്ട് ഓരോ വീട്ടിലും കഴിച്ച് വാതിൽ വിട്ടു. ഉമർ മുസ്ലിമായ, നമ്മുടെ തോറ്റു. ഉമർ മുസ്ലിമായ
അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും. നല്ല സ്വഭാവമല്ല. നല്ലതിന് ഉപയോഗിച്ചാൽ ഓക്കെ, അത് വേറെ കാര്യം. ഇത് ഇംറത്തുൽ അസീസ് കേട്ടപ്പോഴാണ് അത് ശരി. അപ്പോൾ ഞാൻ അവർ കാണിച്ചു കൊടുക്കാം പെണ്ണുങ്ങൾക്ക്. അസീസിന്റെ ഓക്ക് ഒന്നും സംഭവിച്ചില്ല. ഓളൊന്ന് യൂസുഫിനെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അള്ളാന്റെ കാവല് കൊണ്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ കളിയാക്കിയ പെണ്ണുങ്ങളോ ഖിയാമത്ത് നാൾ വരെ ആക്ഷേപിക്കപ്പെട്ടു. ദുലൈഖ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, ബാ, ഒരു സൽക്കാരമുണ്ട് കൊട്ടാരത്തിൽ, എല്ലാവരും ബാ. അസീസിന്റെ ഓള് വിളിച്ച സൽക്കാരമല്ലേ, എല്ലാവരും വന്നു. മുത്തക്കാൻ, നല്ല സുപ്രെല്ലാം വിരിച്ചു, നല്ല ഫ്രൂട്ട്സ് അതെല്ലാം വെച്ചു. അള്ളാഹു പറയുന്നു, നല്ല മൂർച്ചയുള്ള കത്തി എല്ലാവരുടെ കൈമേലും ഓരോന്ന് കൊടുത്തു. നല്ല ആപ്പിളെല്ലാം മുന്നിലുണ്ട്, കത്തിയുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാം ചാമഞ്ഞ് ഒരുങ്ങി കൊട്ടാരത്തിൽ. വഖാലത്തി ഖുറുജ് അലൈഹിൻ, അപ്പോൾ ഉണ്ട് സുലൈഖ വിളിക്കുന്നു, യൂസുഫേ ഒന്ന് വാ മോനെ, ഒന്ന് നടന്നേ ഇങ്ങോട്ട്, ഇവർ കാണിട്ട് തന്നെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടന്നിങ്ങനെ പോയി, ഒന്നും മുണ്ടിട്ടൊന്നുമില്ല, നടന്നിങ്ങനെ പോയി. ഇവരിങ്ങനെ അന്തം വിട്ടിട്ട് ആപ്പിള് മുറിക്കുന്നുണ്ട്, കയ്യും പോയി, വിരലും മുറിഞ്ഞു. അള്ളാഹു ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് പാഠം തന്നു. ദാ സുലൈഖാന്റെ വിഷയത്തിൽ ഇവരിടപെട്ടു. ഈ പെണ്ണുങ്ങൾ, സുലൈഖ ഒന്നും ചെയ്തില്ല, സംഭവം ശ്രമിച്ചു, പക്ഷെ അപകടം സംഭവിച്ചില്ല. ആ കളിയാക്കിയ ആൾക്കാരോ യൂസുഫിനെ കണ്ട് മതിമറന്ന് വെള്ളം ഇറക്കിയിട്ട് കൈയും മുറിച്ചു. ആരാ ഇവിടെ ഏറ്റവും നല്ലത്, സുലൈഖയാണോ അല്ല ഈ പെണ്ണുങ്ങളാ? ഈ പെണ്ണുങ്ങളല്ല മോശം. സുലൈഖ അത്രയും ചെയ്തില്ല, ഇത് കയ്യും മുറിച്ച് പറയാ, ഹശലില്ലാഹി മാ ഹാദാ ബശറാ, ഇതൊരു മനുഷ്യരൊന്നുമല്ല, ഇൻഹാദ ഇല്ല മലക്കും കരീം, ആകാശത്ത് നിന്ന് വന്ന മലക്കാറ്റ് ഇങ്ങനെ ഉണ്ടാവും ഒരു സൗന്ദര്യം. ഇപ്പൊ സുലൈഖ പറഞ്ഞു, ആ ഇപ്പൊ തിരിഞ്ഞ എനക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ? ഖാല ഹിയ, പിന്നെ ഇൻഹാദ ഇല്ല ഖാലത് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീ, ഇപ്പൊ നിങ്ങൾ കൈമുറിച്ചില്ലേ, അതെന്നെ എനിക്കും സംഭവിച്ച്. ഇവനെ കണ്ടപ്പോ മനസ്സ് മാറിപ്പോയി, വേറൊന്നുമില്ല, ഞാനൊന്നും ആക്കിയില്ല, നിങ്ങൾ കൈമുറിച്ചില്ലേ, ഞാനെപ്പറ്റി പറഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് അത് നല്ല സ്വഭാവമല്ല. നമ്മളെ ഭാഗത്ത് ത്വലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത, നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാനില്ല, എന്നാലോ ഉപകാരപ്രദമായത് ആരുടെങ്കിലും ബാക്ക് കൂടിയാൽ ഇതായിരിക്കും ഗതി. അള്ളാഹു വെറുതെ വിടൂല. എന്നാൽ ഒരാൾ തെറ്റ് ചെയ്യും, നമ്മൾ കണ്ടു, അറിഞ്ഞു, കേട്ടു, എന്ത് ചെയ്യണം? അയാളെ സമീപിക്കണം. അയാളടുത്ത് പോയിട്ട് പറയുക, ഇങ്ങനെ കേട്ടു, ചെയ്യരുത്, തെറ്റാണ്, നീ തൗബ ചെയ്യണം. എന്ത് രസമുണ്ട്! അയാൾ ആ മനസ്സിനെ കൊണ്ട് അയാൾ തൗബ ചെയ്യും, കൂലി കിട്ടി, ഇസ്സത്ത് കിട്ടിയോന്, ഓൻ്റെ തെറ്റാനും അറിഞ്ഞിട്ടുമില്ല. വേറൊരു കാര്യം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ഒരു വയസ്സനായ ഉപ്പപ്പ ഉമറിനെ കാണാൻ വന്നു. യാ അമീറൽ മുഅ്മിനീൻ, എൻ്റെ മോള് വ്യഭിചരിച്ചു പോയി, സിനാ ചെയ്തു, പക്ഷെ അവൾ തൗബ ചെയ്തു, നസൂഹായ തൗബ ചെയ്തു. ഇപ്പം അവൾക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, ഒരു പുതിയാപ്പിള വന്നിട്ടുണ്ട്. ഇവൾക്ക് തെറ്റിയ ഈ പറ്റിപ്പോയ തെറ്റ് അത് ഞാൻ പറയണോ പുതിയാപ്പിളിനോട്? നമുക്ക് തോന്നൂലേ എനിക്കൊരു ചതിയായി പോവോ? നമ്മൾ ഫാറൂഖ് വടിയെടുത്തു, പക്ഷെ വയസ്സനായതുകൊണ്ട് അടിച്ചില്ല. ചോദിച്ചെന്താ അറിയോ? അള്ളാഹു മറച്ചു വെച്ച സംഗതി നീ എന്തിനാ പരസ്യപ്പെടുത്താൻ പോകുന്നത്? അള്ളാഹു ഒളിപ്പിച്ച സംഗതിയല്ലേ, നീ എന്തിനാ പരസ്യമാക്കാൻ വന്നു? അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതങ്ങ് പോയി, ഖലാസ്, തൗബ ചെയ്തു, അതും മറന്നങ്ങ് പോയി. അതാണ് ഇസ്ലാമിൻ്റെ സ്വഭാവം. തോണ്ടിക്കൊണ്ടിരിക്കലല്ല, കിണടത്തെല്ലാം പോയിട്ട് പറഞ്ഞു കൊടുക്കലല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ അടക്കം പറയുന്ന കേട്ടോ, നിങ്ങളെ നന്നാക്കാനല്ല, എൻ്റെ നഫ്സിനെ നന്നാക്കാൻ. നിങ്ങളെ ആക്ഷേപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഒരിക്കലും. എൻ്റെ ഉപ്പ എപ്പം പറയുന്നു, പറഞ്ഞ് 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 നീ നന്നാ, കേട്ട് 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 അവർ നന്നാവട്ടെ. സത്യേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഒരു ഭംഗി, ആ ഒരു ഒരു ഇസ്ലാമിൻ്റെ ഗ്ലാമർ അത് ഉണ്ടാവണം വർത്താനത്തിലും കോലത്തിലും സ്വഭാവത്തിലും ഒക്കെ. അള്ളാഹു നസീബാക്കി തരട്ടെ. റമദാൻ പറ്റിയ ചാൻസാണ്, നഫ്സ് ലോലായിട്ടിരിക്കുന്ന സമയമാണ്. തർബിയത്ത് നന്നായിട്ട് കൊടുത്താൽ നോമ്പ് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ മനുഷ്യനാവാം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആയിരിക്കുന്നവരെ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം അറിയുന്ന പള്ളിയും സ്ഥലവും ആൾക്കാർ